ഹലോ ഓൾ, വെൽക്കം ടു കുഷ്ക ടോക്സ്. അപ്പോൾ കുഷ്ക ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും നമ്മുടെ ബാംഗ്ലൂർ ഈ പ്രത്യേകിച്ച് മലയാളീസ് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. മെയിൻലി എടുത്ത് പറയേണ്ടത് മൂന്നെണ്ണമാണ്. ഒന്ന് ഈ പറയുന്ന പോലെ സ്റ്റുഡൻസ്, ഒന്ന് ഈ പറയുന്ന പോലെ നമ്മൾക്ക് കോളേജസ് ഒക്കെ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് ബിസിനസ്, ഒരുപാട് പേര് ഇവിടെ ഹോട്ടൽസ്, ബേക്കറീസ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സിൽ വേണ്ടിയിട്ടും ബാംഗ്ലൂർ നല്ലൊരു മാർക്കറ്റ് ആയതുകൊണ്ട് അങ്ങനെയും മൈഗ്രേറ്റ് ചെയ്തു. പിന്നെ മൂന്നാമത്തെ, അത് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉള്ളത് ആ ഒരു റീസൺ കൊണ്ടായിരിക്കും, ജോലി അല്ലേ. ബാംഗ്ലൂർ ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ ജോലി, അതിപ്പം ടെക്നിക്കൽ ആയിക്കോട്ടെ നോൺ ടെക്നിക്കൽ ആയിക്കോട്ടെ, ഈ ഒരു ഫീൽഡ്, അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് കണ്ടുകൊണ്ട് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഒരു എപ്പിസോഡ് നമുക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ബാംഗ്ലൂരിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനോ അതുപോലെ അതിനു വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്തോടാം. പിന്നെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ ഇതിൽ നടക്കുന്ന സ്കാംസ്, അതെ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം അമല, നീ പറ, നമ്മുടെ ഇപ്പം ബാംഗ്ലൂർ എടുക്കുകയാണെങ്കിൽ എന്താണ് ബാംഗ്ലൂരിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വൈസ്? നമ്മളിപ്പം IT നോക്കുകയാണെങ്കിൽ IT ഇവിടെ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. IT തന്നെ വെറൈറ്റി ഫീൽഡിലേക്ക്, അതേപോലെ തന്നെ നോൺ IT ആണെങ്കിൽ ഇപ്പൊ മെക്കാനിക്കൽ, എയറോനോട്ടിക്കൽ, അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ മെഡിക്കൽ ഫീൽഡ് ഉണ്ട്, മെഡിക്കൽ ഫീൽഡ്സിലുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ഹോസ്പിറ്റൽസ്, പിന്നെ മെഡിക്കൽ കോളേജസ് അതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ആസ് കമ്പയർഡ് ടു കേരള ഓർ അതർ സ്റ്റേറ്റ് ഇവിടെ പേ സ്കെയിൽ കൂടുതലാണ് ബാംഗ്ലൂരിൽ. അതെ, നമുക്കിപ്പം ചിലവുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ പേ സ്കെയിൽ കൂടുതൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്കറിയാം, ഇപ്പം നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെ മെയിൻ സിറ്റീസ്, കേരളത്തിലുള്ള മെയിൻ സിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ട്രിവാൻഡ്രം, അതേപോലെ കൊച്ചി, ഇവിടെയാണ് നമുക്ക് ഈ ടെക് പാർക്സ് ഉള്ളത്. അപ്പം അവിടുത്തെ ടെക് പാർക്സിൻ്റെ ഒരു സാലറി പാക്കേജും ഇവിടുത്തെ ടെക് പാർക്സിൻ്റെ സാലറി പാക്കേജും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതിപ്പോൾ ചെയ്യുന്ന ഒരേ ജോലിയാണെങ്കിലും. കാരണം എന്താ വെച്ചാൽ അത് മാത്രമല്ല, നമുക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷറും കൂടി നമുക്ക് കിട്ടുമെന്ന് പറയാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പം ഓഫീസ് ഇപ്പം ഇൻ്റർനാഷണൽ കമ്പനി ആണെങ്കിൽ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മളൊരു മലയാളത്തിലായിരിക്കും, നമ്മളൊരു മദർ ടങ്ങിലായിരിക്കും. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് ഇംഗ്ലീഷും അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഇതാവും ചെയ്യും അല്ലേ. പിന്നെ അപ്പം എന്താണ് നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ ഇവിടെ എത്തിപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ കമ്പനീനെ അപ്രോച്ച് ചെയ്യാന്നില്ല ആർക്കും അത് വ്യക്തമല്ല. ഇവിടെ നോർമലി ഇവിടെ കുറെ ജോബ് പോർട്ടൽസ് ഉണ്ട്, ലൈക്ക് നൗകരി, ലിങ്ക്ഡ്ഇൻ പോലുള്ള, അതിൽ കൂടെ അപ്ലൈ ചെയ്യാം. അതുകൂടാതെ കുറെ ഏജൻസീസ് ഉണ്ട് ജോബിന്റെ, റിക്രൂട്ടേഴ്സ്, ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള. അപ്പം ആ ഒരു ത്രൂവും പ്ലേസ്മെന്റ്സ് നടക്കുന്നതാണ്. പിന്നെ അതിൽ വേറെ ഒന്ന് റെഫറൽസ്. അതെ, നമുക്കിപ്പോ നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് റെഫറൽസും, എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും റെഫറൽസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ കമ്പനീസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ലിങ്ക്ഡിൻ ഒക്കെ ഉള്ളതുകൊണ്ടില്ലല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോർട്ടലാണ്. നമുക്ക് കണക്ഷൻസ് ഉണ്ടാക്കാനും പ്രൊഫഷണൽ മെസ്സേജ് അയച്ചിട്ട്, അതായത് HRസിനോട് ഡയറക്റ്റ് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അത് എവറിത്തിങ് ഹാസ് മെയ്ഡ് ഈസി. അപ്പം ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പോർട്ടലാണ് ഇപ്പോൾ ജോബ് അപ്ലൈ ചെയ്യാൻ. അതും പോലാത്തതിന് ഏറ്റവും കുറവ് സ്കാംസ് ഉള്ളത് ലിങ്ക്ഡിനിലാണ്. അതുപോലെ തന്നെ നൗക്കറിൽ ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ ലൊക്കേഷൻ ആയിട്ട് നമ്മുടെ ജോബ് സെർച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ പറയും, നിങ്ങൾ ആദ്യം ഒന്ന് നൗക്കറിയിൽ നോക്കുക, അതുപോലെ ലിങ്ക്ഡിനിൽ റിലേറ്റഡ് ആയിട്ടുള്ള HRസിനോ അല്ലെങ്കിൽ കമ്പനീസിനോ ആൾക്കാർക്കോ മെസ്സേജ് അയക്കുക, ഒരു കവർ ലെറ്റർ ഒക്കെ വെച്ചിട്ട്. എന്നിട്ട് മെയിൽ ID വാങ്ങിയിട്ട് അവർക്ക് ഒഫീഷ്യലായിട്ട് വിത്ത് CV കവർ ലെറ്റർ ആയിട്ട് ഒഫീഷ്യൽ മെയിൽ അയക്കും, അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. മിക്ക കേസിലും അവരെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അവരെ വിളിക്കും, ഓപ്പണിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ ഒരുപാട് വാക്കിനൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒരു ഈസി പരിപാടിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ സ്കാമിന്റെ കാര്യമാണ്. അതെ, അപ്പം ഒരുപാട് സ്കാംസ് ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്. സ്കാം മെയിൻ ആയിട്ട് ഈ ഏജൻസീസ് ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് വാങ്ങിയിട്ട് ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏജൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാത്തേ പറ്റും. കാരണം ഇവിടുത്തെ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ഒന്നും ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണമെന്ന് ഒരിക്കലും പറയില്ല. ഇവിടുത്തെ മൾട്ടിനാഷണൽ മാത്രമല്ല, ഇവിടുത്തെ ഒരു കമ്പനിയും കാശ് വാങ്ങിയിട്ട് പണിക്കെടുക്കില്ല. അത് ഇതിന് ഇരയാവുന്ന ആരാന്നറിയോ? നമ്മുടെ നാട്ടിലുള്ള ഒരു 18 മുതൽ 21 വയസ്സ് വരെയുള്ള, അതായത് 22-23 വയസ്സ് വരെയുള്ള യുവാക്കളാണ്. ഇതുപോലെ ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഇവരെ അട്രാക്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരികയാണ്. ബാംഗ്ലൂരിൽ നല്ലൊരു പേ സ്കെയിലിൽ നല്ലൊരു ജോബ് ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഓക്കെ അങ്ങോട്ട് പോവാന്നുള്ളൊരു. കാരണം നമ്മളെ നാട്ടിലെ അധിക പേരുടെ സ്വപ്നമാണ് ബാംഗ്ലൂർ. എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന അത്യാവശ്യം മോഡേൺ, അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഒരു അടിപൊളി സിറ്റി ആണല്ലോ ബാംഗ്ലൂർ. അപ്പോൾ
അധികം ആൾക്കാർക്കും ബാംഗ്ലൂർ വരാൻ ഭയങ്കര താല്പര്യമായി. അതാണ് ഇവര് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവർ മെയിൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെ ജോലി. നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ ഇല്ല, നമ്മുടെ നാട്ടിലെ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു അൺഎംപ്ലോയ്മെന്റ് സ്റ്റേറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ജോലി അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു 20-21 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് നമ്മുടെ നാട്ടില് ഒരു 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ PSC ചെയ്തായിരിക്കുന്ന ആൾക്കാർ, മറ്റൊന്ന് അബ്രോഡിലേക്ക് പോകാനിരിക്കുന്ന ആൾക്കാർ, മറ്റൊരാൾക്കാർ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ടീമുണ്ട്. അവരാണ് ഈ ജോബ് പോർട്ടൽസും ജോബ് വേക്കൻസീസും ഒക്കെ കാണുമ്പോൾ നേരെ എടുത്ത് ചാടി പോകുന്ന ആൾക്കാർ. അതെ, എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒക്കെ അവസ്ഥ, അതായത് എനിക്ക് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഈ പറയുന്ന പോലെ സ്കാമിൽ പെട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട്. അതും ഇവരുടെ ഒന്നും വീട്ടിൽ ഇത്ര പറയുന്ന പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അത്ര മെച്ചപ്പെട്ട നിലയൊന്നുമല്ല. ഇവിടുന്ന് കണ്ടെടുത്തുനിന്നും അവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ടായിരിക്കും ഇവർ ഈ പറയുന്ന പോലെ വാങ്ങുന്ന തുക എന്ന് പറയുന്നത് ചെറിയ തുകയായിരിക്കണം, 3-5. പക്ഷെ കുറച്ച് പേർക്ക് അത് ഭയങ്കര വലിയ തുകയായിരിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും കടം വാങ്ങിയിട്ടായിരിക്കും ഈ പറയുന്ന പൈസ കൊടുക്കുക. അത് കൂടാണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രെയിൻ പിടിച്ച് വരിക, ഇവിടെ ആരും ഉണ്ടാവണം എന്നില്ല, എവിടെയാ സ്റ്റേ ഒന്നും അറിയാണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് മെയിൽ വന്നു പറഞ്ഞാൽ അശോക് ലേലാൻഡിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെയിൽ. ആദ്യത്തെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു വിത്ത് പാക്കേജ് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മെയിൽ അയച്ചു. അപ്പൊ എന്റെ ഫ്രണ്ട് എനിക്ക് ആ സാധനം ഫോർവേഡ് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ഒരു പേരുണ്ട്, എന്തോ ശ്രുതി അശോക് ലേലാൻഡ് @gmail.com. ലേലാൻഡിനൊക്കെ ആരെങ്കിലും gmail.com വെച്ചിട്ട് ഇവിടെ JP നഗറോ ജയനഗറോ എവിടെയോ. അപ്പൊ നമ്മൾ ചുമ്മാ ലൊക്കേഷൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഇല്ല. അതേപോലെ വേറൊന്നുണ്ട്, ടൊയോട്ടോന്റെ കമ്പനിയിലെ വേക്കൻസി എന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻ അയച്ചെന്നാ. ഞാൻ നോക്കുമ്പോ ആ ലൊക്കേഷനിൽ അങ്ങനത്തെ ഒരു ഇതില്ല, കമ്പനി ഇല്ല. ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ആൾക്കാരെ വരുത്തും, ഈ ഏജൻസിക്കാർ 3000-4000 വാങ്ങും, എന്നിട്ട് ഹൊസൂരേക്ക് കൊണ്ടുപോകരെ, എന്നിട്ട് അവിടെ ഒരു ലോക്കൽ സെറ്റപ്പിൽ വരെ താമസിപ്പിക്കും. പലരും വിചാരം ഹൊസൂർ ബാംഗ്ലൂർ എന്നാണ്. എന്നിട്ട് ഇവർക്ക് അപ്പോഴാണ് മനസ്സിലായത് ഹൊസൂരാണ്, അവിടെ ജോലി മര്യാദക്കില്ല, ഇവിടെ കൊണ്ടുവന്ന് പറ്റിച്ചതാണ്. 2 ദിവസം അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവർ തിരിച്ചിട്ട് ഏജൻസിനെ വിളിക്കും, എന്നിട്ട് പറയും ഇവിടെ ജോലിയൊന്നും മര്യാദക്കില്ല, അവിടെ സ്റ്റേ ഒന്നുമില്ല. അപ്പോൾ പറയും നിങ്ങൾക്ക് ജോലി ഞങ്ങൾ ആക്കി തന്നിട്ടുണ്ട്, ഇനി അവിടെ സർവൈവ് ചെയ്യണോ വേണ്ടെന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകാം. ഈ ഹൊസൂറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം എന്താ വെച്ചാൽ പലരും ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്വപ്നം കണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഹൊസൂർ എത്തിപ്പെടുന്ന എനിക്ക് കുറെ DM വന്നിട്ടുണ്ട്, ഇങ്ങനെ ഹൊസൂരാണ് വർക്ക് ചെയ്യുന്നത്, ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് മെയിൻലി മെക്കാനിക്കൽ കമ്പനീസ് ആണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഹൊസൂരേക്ക് വിളിക്കുക. ഹൊസൂർ പക്ക ഒരു തമിഴ്നാട്ടിലാണ് ഹൊസൂർ. അത് doesn't belong to Bangalore at all. ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കുറച്ച് ഇതുണ്ടല്ലോ, ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മൊത്തത്തിൽ എടുക്കാന്നുള്ള ലക്ഷ്യത്തിലാണ് ഹൊസൂർ അവിടെ അവർ അത്രയും ഡെവലപ്പ് ചെയ്ത് വെക്കുന്നത്. അത് മാത്രമല്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ സ്കാം നടത്തുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. സോ ബേസിക്കലി എല്ലാ ഏജൻസീസ് അല്ല, സോ ദർ ആർ സോ മെനി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ട് ഇവിടെ ബാംഗ്ലൂർ. അതില്ല എന്ന് പറയുന്നില്ല, നമ്മൾ മൊത്തത്തിൽ പറയുന്നില്ല. അതായത് ഇവിടെ വർഷങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് ഈ പറയുന്ന പോലെ റിക്രൂട്ട്മെൻറ്റ്, അതായത് ജെന്യൂൻ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് കൺസൾട്ടൻസീസും ഒരുപാട് ഏജൻസീസും ഉണ്ട്. പക്ഷേ ആ ഒരു പേരും പറഞ്ഞ് ഒരു ഭാഗം ആൾക്കാർ അതിൽ ഈ പറയുമ്പം ഈ സ്കാം ചെയ്യുന്നതിൽ ഞാൻ വേറൊന്ന് നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ മലയാളി പിള്ളേരെ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഏജൻസീസ് റൺ ചെയ്യുന്നത് മലയാളീസാണ്. അതാണ് കാരണം, അവര് വിശ്വസിച്ചിട്ട് വരുന്നത് വേറൊരു മലയാളീനാണ്. എന്നോട് ഈ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞു, ചേട്ടാ അവര് മലയാളീസാന്നാ പറഞ്ഞത്. കാരണം നമ്മളിപ്പോൾ ഒരാൾ വിളിച്ചിട്ട്, ഒരു ഇന്ത്യക്കാരൻ വിളിച്ച്, അല്ലെങ്കിൽ വേറൊരു അന്യസംസ്ഥാന ഒരു ചങ്ങായി വിളിച്ചിട്ട്, ഒരു ഇതുവരെ കേരളത്തിൽ നിന്ന് പുറത്ത് പോവാത്ത ഒരു ചെക്കനോട് പറയാണ് ലൈക്ക് ഇങ്ങനെ ജോലി ഓപ്പർച്യൂണിറ്റി വരുമെന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ഒരു മലയാളി വിളിച്ചിട്ട് ഒരു മലയാളിയോട് പറയാണ് ഇവിടെ ജോലി ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പുറത്ത്, ആ വിശ്വാസത്തിന്റെ പുറത്താണ് ആ പിള്ളേർ കയറി വരുന്നത്. എന്നിട്ടോ ഇവിടെ വന്ന് ചതിക്കപ്പെടുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളതുപോലെ അവളുടെ ഒരു കസിൻ ഇതേപോലെ മലയാളി കമ്പനിന്നാണ് വിളിച്ചത്. മലയാളി വിളിക്കുന്ന HR മലയാളി, അങ്ങനെ ഈ സെയിം സംഭവം. ഇവിടെ വരുന്നു, ഒരു 3500 രൂപ കൊടുക്കുന്നു, ഇവർ ഇവിടുന്ന് നേരെ ഒരു അഡ്രസ്സ് കൊടുക്കുന്നു, ഇവൻ ഹൊസൂരിൽ പോകുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കമ്പനിയില്ല, മര്യാദക്ക് ജോലിയില്ല. അവൻ തിരിച്ച് അതേപോലെ ഈ HR എടുത്ത് തിരിച്ചു വന്നു. എന്താ പറയുക, ഇങ്ങനെയാണ് സംഭവം, അവിടെ ജോലിയും കാര്യങ്ങളും ഇതിൽ എൻ്റെ പൈസ തിരിച്ചു വേണം. എന്നിട്ട് HR ആയിട്ട് വർക്ക് ചെയ്യുന്ന ചെക്കൻ ഇവനെ പുറത്ത് വിളിച്ചുകൊണ്ടിട്ട് പറയാണ്, എടാ അത് പറ്റിക്കലാണ്, എനിക്കൊന്നും വേറെ ഓപ്ഷൻ ഇല്ല. ഞാനും അതായത് ഈ കമ്പനിയിൽ ജോലിക്ക് വന്നതിന് ശേഷമാണ് അവൻ മനസ്സിലാക്കുന്നത് പറ്റിക്കലാണ്. ഞാനിവിടെ 1-2 ദിവസത്തിനുള്ളിൽ പോകും. അപ്പൊ നീ എന്താ ചെയ്യാൻ പറ്റുക, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വയ്ക്കും. ഇവരോട് ഇനി പൈസ വെച്ചിട്ടൊന്നും കാര്യമില്ല, ഇവർക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഇവരെ എക്സ്പോസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് അവനോട് പറയാണ്. എടാ നമ്മളെ വിളിക്കുന്ന എല്ലാവരും HR ആടാ. +2 കഴിഞ്ഞിട്ട് ടെലികോളിങ്ങിൽ കയറുന്ന ആളോട് പറയുന്നത് നിങ്ങൾ കാൻഡിഡേറ്റിനെ വിളിക്കുമ്പോൾ HR എന്നുള്ള രീതിയിൽ വിളിച്ചാൽ മതി. അത് മാത്രമല്ല, ഇവർ തിരിച്ച് കാശ് വയ്ക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവരുടെ ഗുണ്ടായുസം ഒരുപാട് പേർക്ക് ഈ പറയുന്ന പോലെ തല്ലുക, പിടിക്കുക, ആക്രമിക്കുക, ആ ഒരു സീൻസും ഉണ്ട്. എനിക്ക് ട്രെയിനിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കയറി, അതപ്പോൾ ഒരു പയ്യെ, അന്നപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചു. അവൻ പറഞ്ഞ് ബാംഗ്ലൂർ ജോബ് കിട്ടിയിട്ടുണ്ട്,
അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കെങ്കേരി സൈഡിൽ എവിടെയാണ് ഓഫീസ് പറഞ്ഞത്, ഒരു ഏജൻസി ത്രൂ ആണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ നമ്പർ കൊടുത്ത് പറഞ്ഞു, എടാ എന്ത് രജിസ്ട്രേഷൻ ഫീയോ കാര്യങ്ങളോ പറയുകയാണെങ്കിൽ ഒന്ന് എന്നെ വിളിച്ച് പറയണേന്ന് പറഞ്ഞു. ജസ്റ്റ് ഇവൻ പോയി അവിടെ സംസാരിച്ച് അവർ നല്ല രീതിക്ക് അഡ്വാൻസ് ചെയ്ത് ചെക്കൻ വീണ് 1500 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ച്. എന്നുവെച്ചാൽ അതിനുശേഷം ഇവയെ കാണാൻ പോയി സ്ഥലത്ത് എന്തോ ഇതാണ് വെയർ ഹൗസ് ആണ് അവിടെ പോയി അവന് ഇഷ്ടപ്പെടുന്നില്ല ഏതോ ഉള്ളിലേക്ക്. എന്നുവെച്ചാണ് ഇവ എന്നെ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടാ 1500 കൊടുത്ത് എന്തായാലും 1500 അല്ലേ പോയുള്ളൂ എന്ന് ചോദിക്കും. പക്ഷെ ഒരാളോട് 1500 വാങ്ങുന്ന വെച്ചാൽ 100-200 പേര് ഒരു ദിവസം ഏജൻസിയിലേക്ക് കയറി ഇറങ്ങുന്നുണ്ടോ? കാരണം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അത്ര കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതെ. അപ്പോൾ ആ ഒരു സ്കീം, അപ്പം നിങ്ങളാരും ഈ പറയുന്ന പോലെ തന്നെ ഇതുപോലത്തെ സ്കാമിൽ പോയി വീഴാതിരിക്കുക. കാരണം എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണല്ലേ, ഒരു കമ്പനിയും ബാംഗ്ലൂരിൽ നിന്നല്ല എവിടെയാണെങ്കിലും ഒരു കമ്പനിയും നിങ്ങളുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയിട്ട്, അതും ഈ തുച്ഛമായ കാശ് വാങ്ങിയിട്ട് കമ്പനിക്ക് എന്ത് ഗുണം കിട്ടുന്നതെന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി. നടത്തുന്ന കമ്പനിക്ക് അവരുടെ പാരന്റ് കമ്പനി അല്ലെങ്കിൽ മെയിൻ കമ്പനി പൈസ കൊടുക്കുന്നുണ്ട്. അതെ, അതും 1500-3000 വാങ്ങിയിട്ട് ജോലി കൊടുക്കുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക അത് തട്ടിപ്പാണ്, അത് ശുദ്ധ വിഡ്ഢിത്തരാണ്. കാരണം ഒരു 3000 കിട്ടിയിട്ടാണ് നിങ്ങളെ ജോലി വെക്കുന്നെങ്കിൽ ആ കമ്പനിക്ക് പിന്നീട് നിങ്ങൾക്ക് ശമ്പളം തരാൻ കെൽപ്പില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലത്തെ സ്കാമിൽ ഒരിക്കലും വീഴാതിരിക്കുക. നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ യുവാക്കളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലത്തെ കോൾസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ, കാശ് കൊടുത്തിട്ട് നിങ്ങളെ ജോലിക്ക് കയറ്റാന്ന് വരിച്ചു വരുവാണെങ്കിൽ ഒരിക്കലും ഇതിനു വേണ്ടി വീഴാതിരിക്കുക. ഇത് അതായത് വേറെ എല്ലായിടത്തും മാക്സിമം ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പൊ ബാംഗ്ലൂരേക്കാണ് ജോലി എന്ന് പറഞ്ഞു വരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക ബാംഗ്ലൂരിന്റെ ഏത് പോർഷനാണ്, ഹൊസൂരേക്കാണോ അല്ലെങ്കിൽ ഔട്ട്സ്കേർട്സിലാണോ എന്നൊക്കെ നോക്കി ചോദിച്ചിട്ട് വരിക. ഇപ്പൊ ഗൂഗിൾ ഉണ്ടല്ലോ, ഗൂഗിള് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും ഗൂഗിൾ ചെയ്യാം, ലൊക്കേഷൻസും ഗൂഗിൾ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ആരെങ്കിലും ബാംഗ്ലൂർ ഉണ്ടാവും, അവരോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഇതിനെ പറ്റിയിട്ട്. എന്തായാലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ട് കയറുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ. അപ്പം ആരും ഇതേപോലെ തന്നെ എടുത്തു ചാടി ചെയ്യാണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെയുണ്ട്, ഇനിയും കൂടും. സോ ബേസിക്കലി ഇറ്റ്സ് ബൂമിങ്. അതുപോലെ അപ്പം ബാംഗ്ലൂരേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ നല്ലൊരു ജോലി, അതേപോലെ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ സ്കില്ലും അതേപോലെ തന്നെ നിങ്ങളുടെ ടാലൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. സോ എന്ന് വെച്ചിട്ട് വെറും സ്കാം മാത്രമല്ല അല്ലേ, നല്ലൊരു സിറ്റിയാണ്. അപ്പം അതുപോലെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റി ഇൻ ടേംസ് ഓഫ് പാക്കേജ്, അതുപോലെ തന്നെ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു, നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ടാക്സി ഓടിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വന്നു. അതായത് എയർപോർട്ട് ടാക്സി ഓടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 10,000-20,000 അങ്ങനെ എന്തോ സാലറി പറഞ്ഞത്. എന്നിട്ട് ഇവർക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ച് അതായത് ഇൻഹാൻഡ് ആയിട്ട് പോലെ സാലറി കൊടുക്കുന്നത്. അത് വാങ്ങി തിരിച്ചു പോകുമ്പോൾ ഇവരുടെ ആൾക്കാർ തന്നെ ഇവരെ കൈവന്ന് ആ പൈസ പിടിച്ചു വാങ്ങുക, തല്ലുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുണ്ട്. അതായത് ഇവർ ജോലിക്ക് ചേരുമ്പോൾ ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ വാങ്ങി വെക്കുന്നു ഇവരെ കയ്യിൽ നിന്ന്. അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ കിട്ടിയ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഒരു മാസം ജോലി ചെയ്തൊരുത്തിന് 20,000 രൂപ സാലറി കൊടുക്കുന്നു, അത് പോകുന്ന വഴിക്ക് തന്നെ കുത്തിന് പിടിച്ച് വാങ്ങുന്നു. അപ്പൊ അവനത് ഇട്ടേച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചു കിട്ടണം, ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ രീതിയും എല്ലാം ശ്രദ്ധിക്കുക, എല്ലാ സൈഡും നമ്മൾ ശ്രദ്ധിക്കാം അല്ലെ. അപ്പം ഇതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ജോബിന്റെ സ്കാം ശരിക്കും നോക്കുക. അതുപോലെ നൗക്കറിയിലാണെങ്കിലും ലിങ്ക്ഡിനിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നോക്കുക കമ്പനിനെ പറ്റി. അത് കമ്പനി അങ്ങനെ ഉണ്ടോ, കമ്പനി ജെന്യൂൻ ആണോ, ഇപ്പൊ എന്തോ റിവ്യൂസ് ഉണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ പറയുന്ന പോലെ ഓൺലൈൻ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഏത് കമ്പനി എടുത്താലും ഡെഫിനറ്റ് ആയിട്ട് അവിടെ റിവ്യൂസ് ഉണ്ടാവും. ആംബിഷൻ ബോക്സിലും റിവ്യൂസ് ഒക്കെ നോക്കുക. അതെ, അല്ല ജസ്റ്റ് ഗൂഗിൾ റിവ്യൂസ് മാത്രം നോക്കിയാൽ മതി. അതിപ്പോ സ്കാം ആണെങ്കിൽ ഇതേപോലെ റിക്രൂട്ടിംഗ് ഏജൻസി ആണെങ്കിലേ അവർ തന്ന ലൊക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കുകയാണെങ്കിൽ അതിലുണ്ടാവും അവിടെ പറ്റിക്കപ്പെട്ട ആൾക്കാരെന്നെ കമന്റ് ചെയ്തിട്ടുണ്ടാവും ഇറ്റ്സ് എ സ്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് വായിച്ച് നിങ്ങൾ എല്ലാവരും അലേർട്ട് ആയിരിക്കുക. അതേപോലെ ലിങ്ക്ഡിനിൽ നമ്മൾ ആ കമ്പനിന്റെ ഫിൽറ്റർ ഇട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ കിട്ടും. അപ്പൊ അത് ഒറിജിനൽ ആണോ അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, കാരണം ഇപ്പൊ ചില ഓഫർ ലെറ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അടിയിൽ കമ്പനിന്റെ പേര് കൊടുത്തിട്ട് @gmail.com ഈ ഒഫീഷ്യൽ കമ്പനീസ് ഒരിക്കലും അവർക്ക് അവരുടേതായിട്ടുള്ള ഡൊമൈൻസ് ഉണ്ടാവും. അതെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഡൊമൈൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡൗട്ട് തോന്നുകയാണെങ്കിൽ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ലിങ്ക്ഡിൻ വഴി കണക്ട് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയക്കുക. അതുപോലെ ജോബ് സെർച്ച് ചെയ്യാനാണെങ്കിൽ ഇൻഡീഡ്, ലിങ്ക്ഡിൻ, നൗക്കറി, അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന HR-മാരൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാം ലിങ്ക്ഡിൻ വഴി. എന്നിട്ട് അവരോട് ചോദിക്കുക. അതെ, അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. പെട്ടെന്ന് ഒരു ഏജൻസി വിളിച്ചിട്ട് നിങ്ങൾക്ക് 2,500 രൂപക്ക് ജോലി തരാം അല്ലെങ്കിൽ 3,000 രൂപക്ക് ജോലി തരാന്ന് പറഞ്ഞാൽ അതിനകത്ത് പോയിട്ട് തല വെക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. അതൊരു പക്ക സ്കാം ആയിരിക്കും. സ്കാമാണ്. കാരണം നമ്മൾ 3,000 എന്ന് വിചാരിക്കും, അവർ 30 പേരെടുത്തു 40 പേരെടുത്തു ഒരു ദിവസം 3,000 വെച്ച് വാങ്ങും. നമ്മള് ഇത്രയല്ലേ പോയുള്ളൂ എന്ന് വിചാരിക്കും, പക്ഷെ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. പിന്നെ പല ആൾക്കാരും മാനക്കേട് കാരണം അത് പുറത്ത് പറയത്തില്ല. ബാംഗ്ലൂർ വരെ വന്ന് 3,000 രൂപ കൊടുത്ത് പറ്റിക്കപ്പെട്ടു എന്നുള്ളത് ആരോടും പറയാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. അതെ, അതുകൊണ്ട് അപ്പം ഇതൊക്കെയാണ്. സോ
അഗെയിൻ ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് വി ആർ അഗെയിൻ വിഷിംഗ് ദ ബെസ്റ്റ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സിറ്റിയാണ്. അപ്പൊ അത് വേണ്ട രീതിയിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നല്ല ജോലികൾ കണ്ടെത്തി വരാൻ നോക്കുക. ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ ജോലി തിരയുന്ന ആൾക്കാർ നിങ്ങൾ ഏത് ടൈപ്പ് ജോലിയാണ്, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള ആൾക്കാരുണ്ടാവും. അവർ ഏത് ടൈപ്പ് ജോലിയാണ് വേണ്ടത് സ്പെസിഫിക് ആയിട്ടൊന്ന് നോക്കുക. ഫൈറോസ് പറഞ്ഞില്ലായിരുന്നു പേജിൽ ഒരുപാട് പേര് വന്നിട്ട് എന്തെങ്കിലും ജോലി മതി. എന്തെങ്കിലും ജോലി, അതിൽ കാര്യമില്ല. നമ്മൾ എന്ത് ജോലിയാണെന്നില്ല, നമുക്ക് തന്നെ ഒരു വ്യക്തത വേണം. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ജോലി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്കൊരു വ്യക്തത ഇല്ലെങ്കിൽ അവരും നമ്മളെ പറ്റിച്ചിട്ട് പോകും. കാരണം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ജോലി സെറ്റ് ആയി കൊടുക്കുക അവർക്ക്, അപ്പൊ അവര് പറയോ ഞാൻ ഇതല്ല അതിൽ കാര്യമില്ലല്ലോ, നമുക്ക് തന്നെ ഒരു വ്യക്തത വേണം. അതെ, സത്യമായിട്ടും. അപ്പം ഇതൊക്കെയാണ് അല്ലേ? വേറെ എന്തെങ്കിലും എനിത്തിങ് വി മിസ്സിംഗ് ഔട്ട് ഇല്ല? ഇതേ ഉള്ളൂ അതല്ലോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. സോ വീണ്ടും പുതിയ ബാംഗ്ലൂർ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള മലയാളീസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് ആയിട്ട് നമ്മൾ ഇനിയും വരും. സോ സീ യു until next time, and signing off from Kushka Talks. Bye. Bye.